പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന പേരിൽ. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള സ്ഥലവും കെട്ടിടവും കാട് കയറി നശിക്കുന്നു. വനംവകുപ്പിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലവും കെട്ടിടവുമാണ് കാടുമൂടി നാശമായത്. ഇപ്പോൾ ഈ സ്ഥലത്ത് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. ആയൂർ മഞ്ഞപ്പാറ പാതയോരത്താണ് പമ്പ് ഹൗസിന് സമീപത്തായി ഫോറസ്റ്റിന്റെ കെട്ടിടവും സ്ഥലവും നാശത്തിലായത്. കെട്ടിടം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പറയുന്നത്. മുൻപ് വനംവകുപ്പിന്റെ ബംഗ്ലാവ്, വനം വിഭവ വിപണന കേന്ദ്രം എന്നിവ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണിത്. ഇത്തിക്കരയാറിനോട് ചേർന്ന് പുഴയോരം പദ്ധതി നടപ്പാക്കുവാനും മുൻപ് ശ്രമം നടത്തിയിരുന്നു. MC റോഡിന് തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്തരത്തിൽ അന്യാധീനമാകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വനം വകുപ്പ് സ്ഥലത്ത് ചിലർ അതിക്രമിച്ചു കടന്ന് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും നാട്ടുകാർ പറയുന്നു. വനം വകുപ്പ് അധികൃതർ ഇവിടേക്ക് എത്താത്തത് കാരണം മുഴുവൻ സ്ഥലവും കെട്ടിടവും കാടുമൂടി കിടക്കുകയാണ്. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം.